ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 10-20 വർഷമായിട്ട് ഞാനൊരു മുത്തശ്ശിയായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. ഭയങ്കര പ്രണയമാണ് എനിക്ക് അവരോട്. പേര് മൂകാംബിക എന്നാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഭഗവതി ഓർമ്മ വന്നോ? ഭഗവതിയെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. ശിവരാമ കാരന്തിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒരു കൃതിയുണ്ട്, മൂകാംബികയുടെ സ്വപ്നങ്ങൾ. അതിലെ മൂകി മുത്തശ്ശിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം മൂകി മുത്തശ്ശിയെ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഞാൻ പലയിടങ്ങളിലും ഞാൻ ഓർക്കാറുണ്ട്. ഓർക്കാനുള്ളൊരു പ്രധാന കാരണം, വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഒരു പുസ്തകമാണെങ്കിലും ആനുകാലിക പ്രസക്തിയുള്ള പല കാര്യങ്ങളും, അതായത് അറിവിൻ്റെ ഒരു ചൂട്ടുകറ്റ, അറിവിൻ്റെ വെളിച്ചം എന്ന് ഞാൻ ഈ പുസ്തകത്തിനെ വിശേഷിപ്പിക്കും. ചിന്തിക്കുന്നവർക്ക് നന്നായിട്ട് വായിച്ചാൽ, ആഴത്തിൽ വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് മൂകാംബികയുടെ സ്വപ്നങ്ങൾ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മൂകി മുത്തശ്ശിയെ ഓർത്തു. കാരണം ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ സ്പാനിഷ് ലേഡിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ, ആ പാവം മനുഷ്യനാട്ടോ, ആ പാവം ആള് ഫുള്ള് വീഡിയോ കാണാതെ ജസ്റ്റ് വന്ന് എനിക്ക് മാനസിക രോഗത്തിന് ചികിത്സ തേടാൻ സമയം. കാരണം അയാൾ കണ്ട ക്യാപ്ഷൻ, ഞാൻ മരിച്ചവരെ കണ്ടു, തുടങ്ങിയതും അങ്ങനെയാണല്ലോ, ഞാൻ എൻ്റെ അച്ഛനെയും ചേട്ടനെയും കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പുള്ളി ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളായതുകൊണ്ട് പുള്ളി അങ്ങനെ പറഞ്ഞതാണ്. അപ്പം ഞാൻ മൂകി മുത്തശ്ശിയുടെ ഒരു ഡയലോഗാണ് ഓർത്തത്. മൂകി മുത്തശ്ശി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലോകത്തിന് മുഴുവൻ സത്യമായ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ആ മനുഷ്യനെ ഭ്രാന്ത് അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തുന്ന ലോകമാണിത്. ശരിയായ കാര്യമാണ് അയാൾ പറയുന്നതെങ്കിൽ പോലും ലോകം ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല എന്ന് മൂകി മുത്തശ്ശി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവനുള്ളിടത്തോളം കാലം ദൈവം ഉണ്ടാവും. വിശ്വസിക്കുന്നവൻ ഉള്ളിടത്തേ ദൈവമുള്ളൂ. കല്ലിനും മരത്തിനുമൊന്നും ദൈവമില്ല, അതുകൊണ്ട് അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് അവർക്ക് ദൈവവുമില്ല. അതുപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മനസ്സിലുള്ളത് സംസാരിച്ചു തന്നെ തീർക്കണം. കാരണം അതിൽ മൂകി മുത്തശ്ശി പറയുന്നത്, നമുക്ക് ഒത്തിരി ഓവറാകുമ്പോൾ, വയറ്റിൽ ഒരുപാട് ആഹാരമായി കഴിയുമ്പോൾ അത് ഛർദ്ദിച്ചാലല്ലേ ആ ഒരു ഇത് തീരത്തുള്ളൂ, അല്ലാതെ അത് തീരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സംസാരിച്ച് തന്നെ തീർക്കണം എന്നാണ് മൂകി മുത്തശ്ശി ഇതിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ് സംസാരിച്ച് തീർക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. അപ്പുറത്തിരിക്കുന്ന ഒരാൾ സ്ത്രീ ആയതുകൊണ്ടും, അപ്പുറത്തിരിക്കുന്ന ഒരാൾ പ്രായമുള്ള ആളായതുകൊണ്ടും, അപ്പുറത്തിരിക്കുന്ന ഒരാൾ കുട്ടി ആയതുകൊണ്ടുമൊക്കെ ഡിസ്റെസ്പെക്റ്റോടെ കൂടി സംസാരിക്കാം, നമ്മൾക്ക് ഇഷ്ടമുള്ളതെല്ലാം സംസാരിക്കാം എന്നല്ല, മറ്റൊരാളിൻ്റെ സന്തോഷത്തെ കൂടി നമ്മൾ പരിഗണിക്കണം. താങ്ക് യു സോ മച്ച്. ബൈ. ടേക്ക് കെയർ.